ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അവിടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോഴും ഒരു പന്തിക്കേട് തോന്നിയത് എനിക്ക്. എന്താ പാലട്ട പ്രശ്നം? ഒന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ. അയ്യോ ഒന്നും അറിഞ്ഞില്ലേ? എന്താ മനാഫിനെതിരെ ഷിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം വൈകാരികതയെ ചൂഷണം ചെയ്ത് മനാഫ് മുതലെടുക്കുകയാണെന്നും പലയിടത്തു നിന്നും കുടുംബത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞ് ഫണ്ട് സമാഹരിക്കുന്നുണ്ടെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ കുറ്റപ്പെടുത്തി. നന്നായിട്ടുണ്ട്. ഒരായസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തിയെന്നെ കഴുത്തില്. ഈശ്വർ മാൽപ്പയും മനാഫും ചേർന്ന് യൂട്യൂബിന് വേണ്ടി നാടകം കളിച്ചു. അങ്ങനെ പറഞ്ഞല്ലോ നീ. നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു? ഇതിനിടയ്ക്ക് ചില വ്യക്തികൾ ഈ സംഭവത്തെ വൈകാരികമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഈശ്വർ മാൽപ്പയും പിന്നെ മനാഫയും കൂടി നടന്ന ഒരു നാടക പരമ്പരയായിരുന്നു നടന്നത്. എന്നാലും സഹോരാ, കുന്നോളം ഉണ്ടേട്ടാ ഉള്ളില് സങ്കടങ്ങള്. ആരോട് വേണമെങ്കിലും ഞാൻ ക്ഷമിക്കും, പക്ഷെ നിന്നോടതുണ്ടാവില്ല. നിന്നെ തിരിച്ചറിയാതെ പോയത് നിന്നെ ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്. ഞാൻ ഒരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കില്ലല്ലോ. എന്റെ ഒരു കണക്കില്ല, എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാൾ എൻ്റെ. അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ. ഇല്ല ബായ്. കുടുംബം അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഞാൻ അതിനുശേഷം ബന്ധപ്പെട്ടിട്ടില്ല. അത് കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടപ്പോൾ. ഏട്ടൻ വാ, പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ, ഞാൻ പോയി വരട്ടെ മക്കളെ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ.